ദാ ഇതുപോലൊരു സാധനാണോ? എന്നാ അങ്ങനെയല്ല, ഒരു അത്ഭുത കന്യക തന്നെയാണ്. ഇതുവരെ ആരും കണ്ടിട്ടില്ലാത്ത സ്ത്രീ സൗന്ദര്യത്തിന്റെ മുഴുവൻ വിളഭൂമിയാണ് പാഞ്ചാലി. അങ്ങനെയുള്ള പാഞ്ചാലിയുടെ വിവാഹമാണ് വീരപരീക്ഷയായി നിശ്ചയിച്ചത്. എന്താ പരീക്ഷ എന്നാണെങ്കിൽ പരീക്ഷകള് അനവധി ഉണ്ടല്ലോ. മുഖാമുഖം ഇരുന്നിട്ടുള്ള പരീക്ഷകള്, എഴുതി തീർക്കണ പരീക്ഷകള്, രണ്ടും അല്ലാതെ ഇങ്ങനെ മൂന്നാലാൾക്കാർ കാലമേക്കാലൊക്കെ കയറ്റി വെച്ച് കേമായിട്ട് വിധി നിർണയിക്കണ പരീക്ഷകള്. എന്നാൽ ഇവിടെ എന്താ പരീക്ഷ എന്നാണെങ്കിൽ വലുതായ വില്ലെടുത്ത് കടകുത്തി തലവളച്ച് ഞാണ് കൂട്ടിക്കെട്ടി ആകാശമാർഗത്തിങ്കൽ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന പക്ഷിസ്വരൂപമായ ലാക്ക് 5 ശരങ്ങളെ കൊണ്ട് എഴുതി വീഴ്ത്തണം. ഇതാണ് പരീക്ഷ. ആ വിദ്വാന ചിരിയൊക്കെ കണ്ടാ തോന്നും അദ്ദേഹം ഈ പരീക്ഷയൊക്കെ ജയിച്ചിട്ടാ വന്നിരിക്കണത്. എന്നാ അത് സാധ്യമല്ല. എടോ, അർജുനന് കൊടുക്കാൻ വേണ്ടി യാഗകുണ്ഡത്തിൽ നിന്നുണ്ടായ കന്യകയല്ലേ. ഇപ്പൊ എന്താ ഒരു പരീക്ഷ നിശ്ചയിക്കാൻ എന്നാണെങ്കിൽ പാഞ്ചാലൻ തന്റെ പുത്രിയെ നോക്കി വളർത്തി ശൈശവവും ബാല്യവും കൗമാരവും ഒക്കെ കഴിഞ്ഞ് യൗവനാവസ്ഥയിലായപ്പോഴാണ് പാണ്ഡവന്മാരെല്ലാവരും അരക്കില്ലത്തിൽപ്പെട്ട് സിദ്ധി കൂടി എന്ന് കേൾക്കേണ്ടായത്. കഷ്ടേ കഷ്ടം, ഇത്ര കണ്ട് നോക്കി വളർത്തി നിശ്ചയിച്ച വരൻ മരിച്ചു എന്നാ. ഇനിയിപ്പൊ എന്താ ചെയ്യാ? അർജുനനെ പോലെ യോഗ്യനായിട്ടുള്ള ഒരു വീരനെ പാഞ്ചാലിയെ കൊടുക്കൂന്ന് പാഞ്ചാലൻ നിശ്ചയിച്ചു. അതാണ് ഈ വിവാഹം ഒരു വീരപരീക്ഷയാക്കിയത്. ഈ വൃത്താന്തം പാഞ്ചാലൻ സകല രാജാക്കന്മാരെ അറിയിച്ചു. വിവാഹ വൃത്താന്തം ശ്രവിച്ച സകല രാജാക്കന്മാരും പുറപ്പെട്ടു. ഈശ്വര, വിവാഹം എന്ന് കേട്ടപ്പോ സകല എണ്ണവും പുറപ്പെട്ടുണ്ട്. ഇതൊക്കെ 1 2 ഒക്കെ വിവാഹമൊക്കെ കഴിഞ്ഞതാണല്ലോ എന്നാണെങ്കിൽ അങ്ങനെയല്ല. ഇനിയിപ്പോ ആ കന്യക തരായില്ലെങ്കിലും ആ അത്ഭുത കന്യകയെ ഒന്ന് കാണുമെങ്കിലും ചെയ്യാലോ എന്ന് നിരീച്ച് സകലവരും പുറപ്പെട്ടു. അതാണ് അശേഷന്മാരായിരിക്കുന്ന നൃപതികൾ മഞ്ചങ്ങളിൽ സംവേശിതവാനായി എന്ന് പറയാൻ കാരണം. എന്നാൽ എങ്ങനെയുള്ളവരാണ് രാജാക്കന്മാര് എന്നാണെങ്കിൽ പഞ്ചേഷു വേഷാൻ, പഞ്ചേഷുവിന്റെ വേഷത്തോടു കൂടിയവരാണ് എല്ലാ രാജാക്കന്മാരും. കാമദേവനെ പോലെ സുന്ദരാംഗന്മാരായിട്ടാണ് രാജാക്കന്മാര്. ഇവരെയൊക്കെ തന്നിഷ്ടപ്രകാരാണോ സൽക്കരിക്കുകയുണ്ടായത് ദൃഷ്ടദ്യുമ്നൻ എന്നാണെങ്കിൽ താതാകിരാ സഞ്ജോതിത, താതകിരനാൽ സഞ്ജോതിതനായിട്ടാണ് സൽക്കരിക്കുകയുണ്ടായത്. അച്ഛന്റെ വാക്ക് ഹേതുവായിട്ടാണ് സൽക്കരിക്കുകയുണ്ടായത്. എങ്ങനെയാണ് സൽക്കരിക്കുകയുണ്ടായത് എന്നാണെങ്കിൽ